ആ കറണ്ട് ബില്ല് എടുക്കുന്ന റീഡിംഗ് ഏതല്ല പോണത്? അതെ അതന്നെ ആ റീഡിംഗ് കഴിഞ്ഞ പ്രാവശ്യത്തെ കറണ്ട് ബില്ലിന്റെ ഇതെന്താ പറയാ, ഓവർ ബില്ലാണ്. എന്റെ പേരേക്കാണ് പോണെന്ന് തോന്നുന്നുണ്ട്. അവിടുത്തെ സ്ഥിതി ഞാൻ എന്താണെന്നറിയില്ല, പോയോക്കട്ടെ. എന്നായിക്കോട്ടെ വിദ്യ, ഞാൻ പോട്ടെ, നോക്കാം. കറണ്ട് ബില്ല് നിൽക്കണല്ല. ഇയാൾക്ക് എന്താ പറ്റിയത്? ഇയാളെന്താ ബില്ല് എടുക്കണത്? ഇയാളോടൊക്കെ ഓടണം. എന്താ സംഭവിച്ചത്? എന്താ നോക്കിയിരിക്കണം? പോയി വെള്ളം തുറന്നാ. അടിച്ചോനെ, വള്ളം കാണാതല്ല. ഇന്നലെ വെള്ളം ഒഴിച്ചത് ഒന്നേരെ കാട്ടാ, ഞാനാണ് വെള്ളം ഒഴിച്ചത്. എനിക്ക് നല്ല വെള്ളം ഒഴിച്ചൂടെ? കഞ്ഞി വെള്ളം ഒഴിച്ചത്. എന്താ ഈ ബോധം കേടുള്ള കാരണം ഉണ്ടായത്? ഇജ്ജ് ഇങ്ങോട്ടൊന്ന് നോക്കാം. ഇത്ര തോന്നെ കറണ്ട് ബില്ലാണ്. ഈ കറണ്ട് ബില്ലൊക്കെ കുറക്കാനുള്ള പണി നമ്മളെത്തുണ്ട്. എന്താ കറണ്ട് ബില്ല് കുറക്കാനുള്ള ഒരു പണി? കറണ്ട് ബില്ലിനെ പറ്റി ടെൻഷൻ അടിക്കണ്ട. നമുക്ക് സോളാർ വെച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. നമ്മളെ കുടിഞ്ഞ് സെൻട്രൽ ബസാറിലുണ്ട് റോയൽ ബാറ്ററി ഹൗസ്. ഇങ്ങോട്ട് പോന്നാ. എനിക്ക് അവിടുത്തെ കാര്യങ്ങളൊന്നും അറിയണം. നമ്മളൊന്ന് പോയി നോക്കാം. സിദ്ദീഖ, ഇതാണ് റോയൽ ബാറ്ററി ഹൗസ്, സെൻട്രൽ ബസാർ. ഇങ്ങോട്ട് വാ. ചിറാജെ, ഇതെന്റെ സുഹൃത്ത് സിദ്ദീഖാണ്. ഇവനക്ക് ഈ സോളാറിനെ കുറിച്ച് ഒന്ന് പറഞ്ഞു കൊടുക്കണം. ഇവന് കുറച്ച് കാര്യങ്ങൾ അറിയാൻ വേണ്ടി വന്നതാ. സിദ്ദീഖ, 78,000 രൂപ സർക്കാർ സബ്സിഡിയിൽ ഏറ്റവും ലേറ്റസ്റ്റ് അദാനി ടോപ്കോൺ പാനൽ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ സോളാർ സ്ഥാപിച്ചാണ്. നിങ്ങൾ ഈ കറണ്ട് ബില്ല് പൂർണ്ണമായിട്ട് നിങ്ങൾക്ക് ഒഴിവാക്കിയിട്ടുണ്ട്. ഇത് റെഡി ക്യാഷ് ആണ്? എല്ലാ EMI സൗകര്യം എന്തുണ്ടോ? 7% ഇൻട്രസ്റ്റിൽ ബാങ്ക് ലോൺ കൊടുക്കുന്നുണ്ട്. അതുപോലെ EMI സൗകര്യം ലഭ്യമാണ്. നിങ്ങളെ കയ്യിലുള്ള നിങ്ങൾക്ക് സാധിക്കുന്നതിനനുസരിച്ച് മാസം അടച്ച് നിങ്ങൾ സോളാർ സ്വന്തമാക്കാവുന്നതാണ്. അങ്ങനെയാണെങ്കിൽ എന്റെ വീട്ടിൽ സോളാർ വെച്ചോട്ടോ.